കോഴിക്കോട് കട്ടിപ്പാറയിലെ ഫ്രഷ് കട്ടിനെതിരായ പ്രതിഷേധത്തിൽ സ്ത്രീകളെയും കുട്ടികളെയും മുൻനിർത്തി പോലീസിനെ പ്രതിസന്ധിയിലാക്കിയെന്ന് ഫ്രഷ് കട്ട് അധികൃതർ മീഡിയ വണിനോട്. സമരസമിതിയിലെ വിരലിലെണ്ണാവുന്ന ചില ആളുകളുടെ അജണ്ടയാണ് നടന്നത്. വർഷങ്ങളായി നാട്ടുകാർ നടത്തുന്ന സമരത്തിൽ ഇതുവരെ ആക്രമണമുണ്ടായിട്ടില്ല. ഇവിടെ മുൻപ് ജോലി ചെയ്ത 2 പേർ സമരത്തിന് മുന്നിലുണ്ടായിരുന്നു. 5 കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്നും ഫ്രഷ് കട്ട് അധികൃതർ പറഞ്ഞു. സൊല്യൂഷൻ അല്ല ആഗ്രഹിച്ചത്, പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്നായിരുന്നു അതിൻ്റെ അജണ്ട. അതായത് അത് കഴിഞ്ഞിട്ട് ഒരു പ്രശ്നമില്ലാതെ സമാധാനപരമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് പെട്ടെന്നൊരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യുകയും ആ ഇഷ്യൂവിൻ്റെ ഭാഗമായിട്ട് സ്ത്രീകളെയും കുട്ടികളെയും മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി. അപ്പം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പ്രൊട്ടക്ഷൻ ഞങ്ങൾക്കുണ്ട്. മോറോവർ കേരള ഗവൺമെൻറ്റിൻ്റെ എല്ലാ ലൈസൻസും ഉണ്ട്, അവരുടെ സപ്പോർട്ടും. ഇപ്പോൾ കേരളത്തിൽ വ്യവസായം നടത്തുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് ഒബ്വിയസ്ലി ഒരു വ്യവസായിക്ക് ഉണ്ടാവില്ല. അതെല്ലാം ഉണ്ടായിട്ട് പോലും ഞങ്ങൾ സ്മൂത്തായിട്ട് പോകുമ്പം പോലീസിന് പ്രതിരോധത്തിലാക്കാനാണ് ഈ സ്ത്രീകളും കുട്ടികളും മുമ്പിൽ വെക്കുന്നത്. ഇതൊരു പുതിയൊരു കമ്മിറ്റി വന്ന് പുതിയൊരു ഇത് വന്നതിന് ശേഷമാണ് ഇത് ഈ ഒരു ലൈനിലേക്ക് മാറിപ്പോയത്. നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാർ അതിലുണ്ടായിരുന്നു? നമ്മുടെ ഉണ്ട് സ്റ്റാഫുകൾ തന്നെയുണ്ട്, പഴയ സ്റ്റാഫുകൾ തന്നെയുണ്ട്. ദൃശ്യ പുതിയയിടത്ത് വിവരങ്ങൾ നൽകും. ദൃശ്യ, ജനങ്ങളുടെ സമരം, പ്രദേശവാസികളുടെ സമരം അത് വലിയ സംഘർഷത്തിലേക്ക്, ആക്രമണത്തിലേക്ക് മാറിയതിനെ ചൊല്ലി എന്താണ് ഫ്രഷ് കട്ട് ഉടമകൾ നൽകുന്ന വിശദീകരണം? ദിവ്യ, ഈ പറഞ്ഞതുപോലെ ഇത് ആസൂത്രിതമായി ചില ആളുകളുടെ മാത്രം അജണ്ട അടിച്ചേൽപ്പിക്കുകയായിരുന്നു എന്നാണ് ഫ്രഷ് കട്ട് അധികൃതരുടെ ഭാഗത്തു നിന്ന് വരുന്ന പ്രതികരണം. അതായത് ഇവിടെ ഇത്രയും നാൾ സമരം നടന്നിട്ടും ഈ നാട്ടുകാർ സമരം നടത്തിയിട്ടും വർഷങ്ങളായി സമരം നടത്തിയിട്ടും ഇത്തരത്തിൽ ഇതുവരെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇതിൽ പുതിയ സമരസമിതി ചാർജ് എടുത്തതിന് ശേഷമാണ് അവരുടെ ചില ആളുകളുടെ മാത്രം അജണ്ടകൾ ഇവിടെ ഇന്നലെ തീവയ്പിലേക്ക് വരെ എത്തിക്കുന്ന തരത്തിലുള്ള അജണ്ടകൾ മാത്രമാണ് നടക്കുന്നത്. അതുമാത്രമാണ് ഇന്നലെ നിയമപരമായിട്ടല്ല ഇത്തരത്തിലുള്ള ഒരു സമരം നടന്നത്. ചില ആളുകളുടെ ഈ അജണ്ടകൾ മാത്രം നടപ്പിലാക്കാൻ വേണ്ടി ഇത്തരത്തിൽ ഈ ആക്രമണത്തിലേക്ക് പോകുന്ന രീതിയിലുള്ള സമരം നടന്നു. അത് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയത്. ഏകദേശം 5 കോടിയോളം രൂപയുടെ നഷ്ടം ഇപ്പോൾ കണക്ക് തിട്ടപ്പെടുത്തിയതിനനുസരിച്ച് 5 കോടിയുടെ നഷ്ടം മാത്രം ഇപ്പോൾ കണക്കിലെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അത്തരത്തിൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നുള്ള വ്യാജേന പക്ഷേ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴും ചർച്ച നടത്തുമ്പോഴും ഒക്കെ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലേക്കാണ് സമരസമിതിയിലെ ചില ആളുകൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവരുടെ അജണ്ടകൾ നടപ്പിലാക്കുന്ന രീതിയിലേക്ക് മാത്രമാണ് ഇത് മുന്നോട്ട് പോകുന്നത്. അതിന് സ്ത്രീകളെയും കുട്ടികളെയും കരുവാക്കുന്നു. ഈ പോലീസിന് മുന്നിലേക്ക് ഈ സമരത്തിന് സ്ത്രീകളെയും കുട്ടികളെയും കൊണ്ടുവരുമ്പോൾ പോലീസ് പ്രതിസന്ധിയിലാകുന്നു. തങ്ങളെ സംരക്ഷിക്കാനുള്ള സമയത്ത് അതിനുപോലും പോലീസിനെ സമ്മതിക്കാതെ അവരെ പിടിച്ചു വെക്കുന്ന തരത്തിലേക്ക് ഈ ഫ്രഷ് കട്ടിലേക്ക് പോലീസ് എത്തുന്ന സമയത്ത് പോലീസിനെ പാതി വഴിയിൽ വെച്ച് തടയുന്നു. അത്തരത്തിൽ പോലീസിനെയും പ്രതിസന്ധിയിലാക്കി ഹൈക്കോടതിയുടെ ഉത്തരവിന് അടക്കം പാലിക്കാത്ത തരത്തിലുള്ള നിയമപരമായ സമരമല്ല ഇന്നലെ നടന്നത് എന്നുള്ള തരത്തിലാണ് ഫ്രഷ് കട്ട് അധികൃതരുടെ ഭാഗത്തു നിന്ന് വരുന്ന പ്രതികരണം. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ഈ പ്ലാന്റ് വീണ്ടും തുറക്കാനുള്ള നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ഈ നമ്മളോട് സംസാരിച്ച ഫ്രഷ് കട്ടിൻ്റെ അധികൃതരും പറയുന്നത്. എത്രയും പെട്ടെന്ന് ഫാക്ടറി തുറക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ചില ആളുകളുടെ മാത്രം അജണ്ടയ്ക്ക് അനുസരിച്ച് നടത്തുന്ന സമരം വീണ്ടും പ്രശ്നങ്ങളിലേക്ക് പോകുന്നു. ഇതിൽ ഇന്നലെ പറഞ്ഞതുപോലെ പലർക്കുമെതിരെ കേസ് എടുത്തിട്ടുണ്ട്. ഇതിലൊക്കെ തന്നെ ഇവർ പറയുന്നതനുസരിച്ച് ഇതിനു മുൻപ് ഇവിടെ ജോലി ചെയ്തിരുന്ന ചില ആളുകൾ ഇതിന് സമരത്തിന് മുൻപിലുണ്ടായിരുന്നു. അത്തരം ആളുകളാണ് ഈ സമരം വീണ്ടും ഈ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലേക്ക് മാറിയത്. ഇവിടെ മുൻപ് ഇവരുടെ കൂടെ പ്രവർത്തിച്ച ആളുകളുണ്ടായിരുന്നു. അവരൊക്കെ തന്നെ ഇപ്പോൾ സമരസമിതിയിൽ കയറുകയും ഇത്തരം ആളുകളാണ് ഇവിടെ വീണ്ടും പ്രശ്നങ്ങൾ ഒതുക്കാനല്ല ഇവർ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലേക്കാണ് പോകുന്നത് എന്നടക്കമുള്ള ആരോപണങ്ങളാണ് ഫ്രഷ് കട്ട് അധികൃതരുടെ ഭാഗത്ത് നിന്ന് അറിയുന്നത്. നമുക്ക് ഇന്നലെ ഉണ്ടായ തീവയ്പിലൊക്കെ നശിച്ച വാഹനങ്ങളാണ് നമ്മുടെ പുറകിലുള്ളത്. ഇത്തരത്തിൽ ഏകദേശം 5 കോടിയുടെ നഷ്ടമാണ് ഇപ്പോൾ കണക്ക് തിട്ടപ്പെടുത്തിയതനുസരിച്ച് 5 കോടിയുടെ നഷ്ടമാണ് ഈ ഫാക്ടറിക്ക് ഉണ്ടായിട്ടുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ ഫാക്ടറി അധികൃതർ പറയുന്നത്. ദിവ്യ, എന്തായാലും സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ മുൻനിർത്തിക്കൊണ്ട് സമരസമിതിയിലെ ചിലരുടെ അജണ്ട അവിടെ നടപ്പാക്കുകയാണ് ചെയ്തത് എന്നാണ് ഫ്രഷ് കട്ട് ഉടമകൾ നൽകുന്ന വിശദീകരണം. വിവരങ്ങളാണ് ദൃശ്യ പുതിയയിടത്ത് നൽകി.